അപ്പോൾ താങ്കളൊരു പാട്ടുകാരിയാണെന്ന് കേട്ടു. ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ? മൈക്കൊന്നും അടുത്തു പഠിക്കും. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാമുളം കൂട്ടിലെ കാറ്റുണർന്നു. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പുനി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. ഗംഭീരായിരുന്നു അല്ലേ? അടിപൊളി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. താങ്കൾ പാടോ? ഡാൻസ്? നേരത്തെ പറഞ്ഞ ഫൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടോ സിനിമയിൽ? ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതാണ് ആക്ച്വലി ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. നമ്മുടെ മാഫി ശശി സാറാണ് സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്ത്. ഒരു 3 ദിവസത്തെ വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ വില്ലനായിട്ട് അഭിനയിച്ച അനന്തു എന്നാണ് പേര്. അതോടെ ഇല്ല, പുറത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കോംബോ ആയിരുന്നു. ഞാനൊരു ഞാൻ നേരത്തെ കാലിസ്റ്റനിക്സ് അത്ലീറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവനൊരു കരാട്ടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഫിറ്റായിരുന്നു. അപ്പോൾ സാറ് മാസ്റ്റർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട് ചെയ്തിട്ട്. ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ചെയ്തത്. ഓ അല്ല, അത്രത്തോളം ഫൈറ്റിംഗ് വരുന്ന ഒരു ഇതാണോ? മെയിനായിട്ട് ചളിയിലൊക്കെ കിടന്ന് അങ്ങനത്തെ ഒരു ടൈപ്പ് ഫൈറ്റാണ്. അപ്പോൾ റിയലിസ്റ്റിക് ആണ്. ശരിക്കും അടി കൊണ്ടിട്ടാ ചെയ്തത്. ശരിക്കും ഇടി കൊണ്ടു. സംഭവം നമ്മളെ ക്യാരക്ടർ ജീവിക്കാൻ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാണാം? അതൊക്കെ ടിസ്റ്റാണ്. ടിസ്റ്റാണല്ലേ? ടിസ്റ്റാണ്, പറയാൻ പറ്റില്ല. അപ്പൊ സിനിമയിൽ പാടിയിട്ടുണ്ടോ? നമ്മുടെ ഈ സിനിമയിൽ പാടിയിട്ടില്ല. എന്താ അറിഞ്ഞില്ല? അല്ല, നന്നായിട്ട് പാടുന്നുണ്ട്. ഇനി പാട്ടും ട്രൈ ചെയ്യാലോ. എങ്ങനെ ചെറുപ്പം മുതൽ അഭിനയമായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം സിനിമയിൽ? ഡാൻസ്, പാട്ട്. ബ്രോയ്ക്കോ? എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കിടെക്റ്റാണ്. അപ്പോൾ അതിലും ആർട്ട് റിലേറ്റഡ് ഇതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യുന്ന സ്പോർട്ട് എന്ന് പറയുമ്പോൾ ആർട്ടാണ്. നമ്മൾ ജിംനാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടാണല്ലോ, ബോഡി വെച്ചുകൊണ്ടുള്ള ആർട്ട്. ഫിലിം ആർട്ടാണ്. സോ ആക്ടിങ് താല്പര്യം ഉണ്ടായിരുന്നു. ആക്ടിങ് താല്പര്യം ഉണ്ടായിട്ട് തന്നെ വന്നതാണ്. അങ്ങനെ കിട്ടിയത്. ഇനിയിപ്പോൾ ഏതെങ്കിലും അപ്കമിങ് മൂവീസ് ഉണ്ടോ രണ്ടുപേർക്കും? നോട്ട് യെറ്റ്.